കാഞ്ഞിരപ്പള്ളി അഡീഷണൽ ICDS പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 മുതൽ 30 വരെ നീണ്ടുനിൽക്കുന്ന പോഷൺ മാ ആചരണത്തിന്റെ ഭാഗമായി ഫുഡ് എക്സിബിഷൻ മുണ്ടക്കയം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്നു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷയായിരുന്നു. യോഗം പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു. പോഷക സമൃദ്ധമായ, പോഷക സമ്പുഷ്ടമായ, സമീകൃതമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെയും അത്തരമൊരു ആഹാരശീലം വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഒക്കെ, കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമൊക്കെ പകർന്നു നൽകുക, അതുവഴി ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക, രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വളരെ ശ്രദ്ധേയമായ, കാലിക പ്രസക്തമായ ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുക. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ വിവിധ പ്രകാരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ആവശ്യമുണ്ട്. ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അത് ഏത് പ്രകാരത്തിലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അതാണ് ഇവിടെ വിഷയം. ഏത് പ്രകാരത്തിലായിരിക്കുമോ എന്ന് പറയുമ്പോ ഒരു നാടൻ രീതിയിൽ ഒരു ചൊല്ലുണ്ട്. ചിലര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കും, ചിലര് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. ഇതിലേതാ നല്ലത്? രണ്ടാമത്തെയാണ് നല്ലത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മറിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവരുത് ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോ പൊണ്ണത്തടിയും കുടവയറും ജീവിതശൈലി രോഗങ്ങളും സർവോപരി അകാല മരണവും നമുക്ക് നേരിടേണ്ടി വരും. നമ്മളെ തേടിയെത്തും. ദൈവം നമുക്കെല്ലാം ഒരു ആയുസ് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. എങ്കിലും താൻ പാതി ദൈവം പാതി എന്നാണ്. ആ ആയുസ് എത്തുന്നിടം വരെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇതോടെ ശ്രദ്ധിക്കണം. കൃത്യമായി ആഹാരം കഴിക്കണം. അത് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം. അത് മിതമായി കഴിക്കണം. കൃത്യമായ ഇടവേളകളിൽ കഴിക്കണം. നമ്മുടെ എനർജി കത്തിച്ചു കളയാൻ ആവശ്യമായിട്ടുള്ള ജോലികളും എക്സർസൈസും നമ്മൾ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവശാസ്ത്രപരമായി മനുഷ്യന്റെ പരമാവധി ആയുസ് എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. CDPO PK ഗീത സ്വാഗതം ആശംസിച്ചു. നമ്മുടെ ആരോഗ്യമുള്ള ഒരു തലമുറയാണ് നമ്മുടെ സമ്പാദ്യം. നമുക്ക് ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാകണം. ഒരു കുട്ടിയും പോഷകാഹാര കുറവ് കൊണ്ട് തൂക്കക്കുറവുള്ള കുട്ടി ആകാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിലും അംഗൻവാടി തലത്തിലും അനീമിയ നിർണയ ക്യാമ്പ്, SC ഹോസ്റ്റലുകളിൽ അനീമിയ നിർണയ ക്യാമ്പുകൾ നടത്താം. ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, അവരാരെങ്കിലും അനീമിക്കാണോ എന്ന് ഈ ഒരു മാസത്തിൽ നമ്മൾ തുടർച്ചയായി നടന്നു പോകുന്ന ഒരു പ്രക്രിയ ആണെങ്കിൽ കൂടിയും ഈ ഒരു മാസം അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഒരു കുട്ടിയും, ഒരു ഗർഭിണിയും, ഒരു ലാക്ടേറ്റിംഗ് വുമണും, ഒരു അഡോൾസെന്റും നമ്മുടെ ഏരിയയിൽ പോഷകാഹാര കുറവുള്ളത് ആകരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മാസത്തെ പ്രാധാന്യം. അവരിലൂടെ നമ്മുടെ ഈ സന്ദേശത്തിലൂടെ അവർ പോഷകാഹാരം കഴിക്കുകയും അവരുടെ ആ വിളർച്ച മാറ്റുകയും ചെയ്യണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ പ്രോജക്റ്റ് തലത്തിൽ നടത്തുന്നത്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസഫ്, കോരത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി CM, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ഡൊമിനിക്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സൂപ്പർവൈസർ നിത ജേക്കബ് നന്ദിയും പറഞ്ഞു.